ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ 2:13 മുതൽ 16 വരെ. യഹൂദന്മാരുടെ പെസഹ സമീപം ആകൊണ്ട് യേശു യെരുശലേമിലേക്ക് വാങ്ങിപ്പോയി. ദേവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ നാണ്യം തൂകിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ വായിച്ച വേദഭാഗത്ത് യേശു കർത്താവ് ദേവാലയ ശുദ്ധീകരണം നടത്തുന്നതാണ് ഇതിവൃത്തം. മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത് പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ സംഭവിച്ചതായാണ് യോഹന്നാൻ രേഖപ്പെടുത്തുന്നത്. അതിൻ്റെ ശരിതെറ്റുകളിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. ചരിത്രം വർഷക്രമത്തിൽ എഴുതുക എന്നതിനേക്കാൾ യേശുക്രിസ്തുവിനെ വാഗ്ദത്ത മശിഹ ആയി അവതരിപ്പിക്കുകയാണ് യോഹന്നാൻ്റെ ലക്ഷ്യം. ഈ ഭാഗം നമുക്ക് നൽകുന്ന ശക്തമായ ചില സന്ദേശങ്ങളുണ്ട്. ഒന്ന്, വിമോചനത്തിലേക്കുള്ള ഒരു പുതിയ പുറപ്പാട്, എ ന്യൂ എക്സോഡസ്. അത് ആവിഷ്കരിക്കുകയായിരുന്നു യേശു ഈ സംഭവത്തിലൂടെ. ദേവാലയ പരിസരത്ത് നാണയങ്ങൾ വിനിമയം ചെയ്യുന്ന സ്ഥാപനങ്ങളും യാഗത്തിന് യോജിക്കുന്ന പക്ഷി മൃഗാദികളെ വിൽക്കുന്ന കടകളും ഉണ്ടായിരുന്നു. ദേവാലയ ഭണ്ഡാരത്തിൽ റോമൻ ദേവതമാരുടെയോ ചക്രവർത്തിമാരുടെയോ രൂപങ്ങൾ കൊത്തിയ നാണയങ്ങൾ ഇടുന്നത് നിഷിദ്ധമായിരുന്നതിനാൽ ഗലീലിയൻ ശേക്കൽ മാത്രമാണ് അർപ്പിച്ചിരുന്നത്. അപ്പോൾ ദൂരെ നിന്ന് വരുന്നവരുടെ കയ്യിൽ നിന്ന് നാണയങ്ങൾ വാങ്ങി, അതായത് റോമൻ നാണയങ്ങൾ വാങ്ങി, പകരം ഗലീലിയൽ ശേക്കൽ നൽകുന്ന ബൂത്തുകൾ അങ്ങനെ അനിവാര്യമായി. അതായത് മണി എക്സ്ചേഞ്ച്. യാഗാർപ്പണത്തിനുള്ള പ്രാവുകളും ആട്ടുകൊറ്റന്മാരും ഊനമറ്റവയായിരിക്കണമെന്ന് നിഷ്കർഷ ഉള്ളതിനാൽ പുരോഹിതർ അവയെ സാക്ഷ്യപ്പെടുത്തണമായിരുന്നു. അപ്പോൾ ഓരോരുത്തരും കൊണ്ടുവരുന്നവ തള്ളപ്പെട്ടു പോകാതിരിക്കാൻ ദേവാലയ പരിസരത്ത് നിന്ന് അവയെ കൊള്ളുന്നത് കുറെ കൂടെ പ്രായോഗികമെന്ന് സാധാരണക്കാർ കരുതി. കാരണം ഒരു വീടുകളിൽ നിന്നോ ദൂരദേശത്ത് നിന്നോ കൊണ്ടുവരുന്നത് എത്ര നല്ലതാണെങ്കിലും ഇവർ പരിശോധിച്ചിട്ട് അത് കൊള്ളില്ല, ഊനമുള്ളതാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും അവർ വിൽക്കാൻ വെച്ചിരിക്കുന്നതിനെ നിർബന്ധമായി അവരെ കൊണ്ട് വാങ്ങിക്കുകയും ചെയ്യുന്ന പതിവുണ്ടായിരുന്നു. പ്രാവുകളെ വിൽക്കുന്നവരുടെ ബൂത്തുകളും നാണയവിനിമയശാലകളും പുരോഹിതരുടെ കുടുംബക്കാർ നടത്തുന്ന വാണിജ്യ പ്രവർത്തനങ്ങളായിരുന്നു. കൊള്ളലാഭം കൊയ്യുന്ന ഈ കച്ചവട സ്ഥാപനങ്ങളിൽ കർത്താവിന് ധാർമ്മിക രോഷം ജനിപ്പിച്ചു. ഉന്നതമായതും കുലീനമായതുമായ ആശയങ്ങളെ സ്വാർത്ഥലാഭത്തിനായി ദുരുപയോഗം ചെയ്യുന്ന ചൂഷണത്തിനെതിരെ കർത്താവ് എടുത്ത നിലപാടായിരുന്നു ദേവാലയ ശുദ്ധീകരണം. ദേവാലയ ശുദ്ധീകരണത്തിലൂടെ വ്യത്യസ്തമായ ഒരു ദേവാലയത്തെ യേശു തമ്പുരാൻ കാട്ടിത്തന്നു. അതാണ് രണ്ടാമത്തെ ഒരു ചിന്ത. മഹാനായ ഹെരോദാവ് നിർമ്മിച്ച ദേവാലയം യഹൂദരുടെ അഭിമാനമായിരുന്നു. ദേവാലയത്തിലെ ആരാധന ഔപചാരികവും ദൈവഭയമില്ലാത്തതുമായി തീർന്നു. അന്തസാരരഹിതമായ ജന്തുബലികൾക്കെതിരെ പ്രവാചക ശബ്ദം നിരന്തരമായി മുഴങ്ങിക്കൊണ്ടിരുന്നു. യെശയ്യാവ് 1-ാം അധ്യായത്തിലും യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിലും ഹോശയ 5-ാം അധ്യായത്തിലും 8-ാം അധ്യായത്തിലും ഒക്കെ, അതുപോലെ സങ്കീർത്തനങ്ങളിലുമൊക്കെ ഈ മാറ്റൊലി മുഴങ്ങുന്നുണ്ട്. യാഗമൃഗ പക്ഷി ആദികളെ സ്വതന്ത്രമാക്കുക, അതുവഴി പ്രവാചക ധാരയോട് യേശു സാധർമ്മ്യം പ്രഖ്യാപിച്ചു.
ഇതൊക്കെ ചെയ്യാനുള്ള യേശുവിൻ്റെ അധികാരം എന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ, ഈ മന്ദിരം പൊളിപ്പീൻ, 3 ദിവസം കൊണ്ട് ഞാനതിനെ പണിയുമെന്ന് യേശു പറഞ്ഞു. തൻ്റെ ശരീരമായ മന്ദിരത്തെക്കുറിച്ചാണ് യേശു പറഞ്ഞതെന്ന് യോഹന്നാൻ രേഖപ്പെടുത്തുന്നു. വെളിപ്പാട് പുസ്തകത്തിലെ ദർശകൻ മന്ദിരം ഇനി ഇല്ലാത്ത ഒരു സന്ദർഭത്തെ ദർശിക്കുന്നുണ്ട്. കുഞ്ഞാട് തന്നെ മന്ദിരമാകുമെന്ന് വെളിപ്പാട് 21 അധ്യായത്തിൽ വായിക്കുന്നു. നിർമ്മാണ സാമഗ്രികൾ ഉപയോഗിച്ച് പടുത്തുയർത്തുന്ന ഭൗതിക ഘടനയ്ക്ക് പകരം കൈപ്പണിയല്ലാത്ത ആത്മീയ ദേവാലയമാണ് യേശുവിൻ്റെ കാഴ്ചപ്പാടിലുള്ളത്. മനുഷ്യ ശരീരം തന്നെ ദൈവത്തിന് വസിക്കാനുള്ള മന്ദിരമെന്ന് പൗലോസ് പ്രസ്താവിക്കുന്നു. നമ്മുടെ ആരാധനയെ ബാഹ്യ ചമയങ്ങളിൽ തളച്ചിടുന്ന അപജയത്തെ കർത്താവ് പ്രതിരോധിക്കുന്നു. അപ്പോൾ ദേവാലയത്തെയും വിശ്വാസത്തെയും വിശ്വാസ ആചാരങ്ങളെയും ഒക്കെ ചിലരുടെ പക്ഷപാതത്തിനും ലാഭത്തിനുമായി ഉപയോഗിക്കുന്നതിനെതിരെയാണ് കർത്താവ് ചാട്ടവാറെടുത്തത്. അതാണ് ദേവാലയ ശുദ്ധീകരണം. കാലികമായി ഇങ്ങനെയുള്ള നവീകരണങ്ങൾ സഭകളിലും വ്യക്തിജീവിതങ്ങളിലും അനിവാര്യമാണ്. ശൂന്യവും പാഴുമായി തള്ളിയതാമീ നിൻ മന്ദിരം തന്നിലിന്നു ദേവ എന്ന് പാട്ടുകാരൻ പാടുന്നു. അതുകൊണ്ടാണ് വന്ന് പാർത്ത് ശുദ്ധി ചെയ്ത് നിൻ വീടിൻ്റെ നിന്നയകറ്റണമേ എന്ന് ചേർത്തിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിശോധിക്കാം. നമ്മുടെ കർമ്മപഥങ്ങൾ, വിശ്വാസ കർമ്മപഥങ്ങളെ നമുക്ക് വിലയിരുത്താം. ശുദ്ധീകരണം ആവശ്യമെങ്കിൽ അത് ശുദ്ധീകരിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ദിനത്തിനായി സ്തോത്രം. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പോലെ ജീവിപ്പാൻ സഹായിക്കണമേ. ഞങ്ങളുടെ സകല ആവശ്യങ്ങളും ദൈവമുൻപാകെ സമർപ്പിക്കുന്നു. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെ പുതിയ അനുഭവങ്ങൾ ദൈവം നമ്പുരാൻ പകരണമേ. യേശു മിശിഹായുടെ നാമത്തിൽ പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മുടെ കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.